പഴയ നിയമത്തിലെ വെളിപാട് പുസ്തകം എന്നറിയപ്പെടുന്നതാണ് ദാനിയേൽ പ്രവചനം. ദാനിയേൽ പ്രവചനത്തിൽ ലോകത്തിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ദൈവം വളരെ വ്യക്തമായിട്ടുള്ള പ്രവചനങ്ങൾ നൽകിയിരിക്കുന്ന പുസ്തകമാണ് ദാനിയേൽ. ദാനിയേൽ കണ്ട് നിർത്തിയെടുത്തു നിന്നാണ് യോഹന്നാൻ്റെ വെളിപാട് തുടങ്ങുന്നത്. ഇവിടെ മൃഗം കടലിലേക്ക് പോകുന്നു. യോഹന്നാൻ കാണുമ്പോൾ ആ കടലിൽ നിന്ന് മൃഗം കയറി വരുന്നു. ഇവർ തമ്മിലുള്ള കാലയളവ്, ജീവിത കാലയളവ് 600-700 വർഷത്തിന് 600 ചില്ലറ വർഷത്തിൻ്റെ ഗ്യാപ്പുണ്ട്. ദാനിയേലിനോട് പ്രവചിച്ച അതേ കാര്യം തന്നെയാണ് AD 100കളിൽ യോഹന്നാനോട് ദൈവം പ്രസംഗിച്ചത്. വെളിപാട് പുസ്തകം ദൈവം സംസാരിച്ചതാണ്. ഇവിടെ ചില രഹസ്യങ്ങൾ നമ്മൾ ദൈവവചനത്തിൻ്റെ കാതലായ ചില രഹസ്യങ്ങൾ കർത്താവിൻ്റെ വചനത്തിലൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇവിടെ ദാനിയേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദാനിയേൽ പ്രവാചകൻ താൻ ആയിരിക്കുന്ന ബാബിലോൺ ദേശത്ത് പല രാജാക്കന്മാരുടെ പ്രധാനമന്ത്രിയായിട്ട് സേവനം ചെയ്ത ദാനിയേൽ നെബൂഖദ്നേസർ രാജാവിൻ്റെ, ബെൽഷാസർ രാജാവിൻ്റെ, ദാരിയൂസ് രാജാവിൻ്റെ, സൈറസ് രാജാവിൻ്റെ, ഇങ്ങനെ പല രാജാക്കന്മാർക്കും അവരുടെ രാജസന്നിധിയിൽ വിശ്വസ്തനായ ദൈവിക ജ്ഞാനം കുടികൊള്ളുന്നവനായ ദാനിയേൽ. ഈ ദാനിയേൽ ബാബിലോൺ പ്രവാസത്തിലിരിക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുക, ദൈവമേ, എൻ്റെ ജനങ്ങൾ അടിമത്തത്തിൽ കഴിയുകയാണല്ലോ. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ദാനിയേൽ ദാരിയൂസ് രാജാവിൻ്റെ, മേദിയ രാജാവായ ദാരിയൂസ് രാജാവിൻ്റെ ഭരണകാലം, നെബൂഖദ്നേസർ രാജാവ് ഭരിച്ചു കഴിഞ്ഞ് ബെൽഷാസർ രാജാവിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് പിന്നീട് ബാബിലോൺ പ്രദേശം കീഴടക്കിയ 2 രാജ്യമാണ് മേദിയാനും പേർഷ്യനും. 2 രാജാക്കന്മാർ മാറി മാറിയാണ് പിന്നീട് ഭരിച്ചത്. മെദിയ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാൻ മെദിയ രാജ്യം. ഈ മെദിയ രാജ്യത്തിൻ്റെ രാജാവായ ദാരിയൂസ് ബാബിലോൺ ഭരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ 1-ാമത്തെ ഭരണവർഷം ആണ് ദാനിയേൽ പ്രവാചകൻ പ്രാർത്ഥനയിലിരിക്കുന്നത്. ഇത് വളരെ റെക്കോർഡിക്കലായ ഒരു സംഭവമാണ്. മേദിയക്കാരനും കൽദായരുടെ ദേശത്ത് രാജാവുമായിരുന്ന ദാരിയൂസിൻ്റെ 1-ാം ഭരണവർഷം, അവൻ്റെ വാഴ്ചയുടെ 1-ാം വർഷം ദാനിയേലായ ഞാൻ ജെറമ്യ പ്രവാചകന് കർത്താവിൽ നിന്നുണ്ടായ അരുളപ്പാടനുസരിച്ച് ജെറുസലേം നിർജ്ജനമായി കിടക്കേണ്ട 70 വർഷങ്ങളെക്കുറിച്ച് വിശുദ്ധ ലിഖിതങ്ങളിൽ വായിക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്തു എന്ന് 9:2 ദാനിയേൽ പ്രവചനം 9:2 ജെറമ്യ പ്രവാചകൻ പ്രവചിച്ച, ശ്രദ്ധിക്കണമേ, ജെറമ്യ പ്രവാചകൻ ഒരു പ്രവചനം പ്രവചിച്ചു. ജെറമ്യ പ്രവചനം 25-ാം അധ്യായം 11-ാം വാക്യം ഒന്ന് വായിക്കാമോ? ജെറമ്യ 25:11. ഈ ജനതകൾ ബാബിലോൺ രാജാവിന് 70 വർഷം ദാസ്യവൃത്തി ചെയ്യും. ഈ ജനതകൾ, ശ്രദ്ധിക്കണം, ഇസ്രായേൽ ജനം ബാബിലോൺ രാജാവിന് 70 വർഷം ദാസ്യവൃത്തി ചെയ്യും. യെസ്, ഇസ്രായേലെ, you had to go to the captivity for 70 years. നിന്നെ പിടിച്ചുകൊണ്ടുപോകും തടവുകാരായിട്ട്. നീ ബാബിലോൺ ദേശത്ത് 70 വർഷം ദാസ്യവൃത്തി ചെയ്യും. ഇത് ജെറമ്യ പ്രവാചകന്റെ അരുളപ്പാടാണ്. ഈ പ്രവചനത്തെ ഓർത്ത് ദാനിയേൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ, ജെറമ്യ പ്രവചിച്ചത് 70 വർഷത്തിന്റെ ഒരു പ്രവചനം. ഈ ജനതകൾ ബാബിലോൺ രാജാവിന് 70 വർഷം ദാസ്യവൃത്തി ചെയ്യും. 70 വർഷം പൂർത്തിയാകുമ്പോൾ ബാബിലോൺ രാജാവിനെയും ജനതയെയും കാൽദായ ദേശത്തെയും അവരുടെ അകൃത്യങ്ങൾ നിമിത്തം ഞാൻ ശിക്ഷിക്കും. യെസ്, ജെറമ്യ പ്രവചനത്തിലൂടെ ദൈവം പറഞ്ഞു, 70 വർഷം എൻ്റെ ജനമായ ഇസ്രായേൽ ബാബിലോൺ ദേശത്തെ രാജാവിന് ദാസ്യവൃത്തി ചെയ്യും. 70 വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ ജനത്തെ പിടിച്ചുകൊണ്ടുപോയ ബാബിലോൺ ദേശത്തെ ഞാൻ ശിക്ഷിക്കും.
അതിൻ്റെ അർത്ഥം ഒരു വിടുതലിൻ്റെ കാലഘട്ടമുണ്ട്. ഈ ദാരിയസ് രാജാവിൻ്റെ 1ാമത്തെ ഭരണവർഷം, അത് റെക്കോർഡിക്കൽ ഇയറാണ്. ഇത് വെറുതെ ഒരു കഥയല്ല, ചരിത്ര സംഭവമാണ്. ദാരിയൂസ് എന്ന് ഭരിച്ചു, ഏത് കാലഘട്ടത്തിൽ ഭരിച്ചു, ആരാണ് ദാരിയൂസ്, അദ്ദേഹം ഇവിടെ മേദിയ രാജാവാണ് എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ചരിത്രം അടിസ്ഥാനമാക്കിയിട്ടാണ് ബൈബിളിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദാനിയേൽ ജെറമ്യ പ്രവചനം ധ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ, ജെറമ്യ പ്രവാചകന്റെ പ്രവചനം കിടപ്പുണ്ടല്ലോ, 70 വർഷം അടിമത്തത്തിന് ശേഷം എൻ്റെ ജനത്തിനൊരു മോചനം വരേണ്ട സമയം എന്നാണ് കർത്താവേ. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഒരു 70 വർഷത്തിൻ്റെ പ്രവചനം അവിടെ കിടക്കുക. അത് ഞങ്ങൾ വിടുതലിൻ്റെ സമയമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഹല്ലേലൂയ. ദാനിയേൽ ഇങ്ങനെ പ്രാർത്ഥനയില്ല. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേട്ട്, സ്തോത്രം, ഗബ്രിയേൽ ദൂതൻ ദാനിയേലിൻ്റെ പ്രാർത്ഥന കേട്ട് അവനോടൊരു സന്ദേശം അറിയിക്കുവാൻ കടന്നു വരികയാണ്. ഇതാണ് രംഗം. സാധാ ദൂതനല്ല, വന്നിരിക്കുന്നത് ഗബ്രിയേലാണ്. തലം നോക്കിയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഗബ്രിയേലാണ് ദാനിയേലിൻ്റെ അടുത്ത് വരുന്നത്. മറിയത്തിൻ്റെ അടുത്തും വരുന്നത് ഗബ്രിയേലിനെ കാണാൻ സാധിക്കും. വലിയ പ്രവചനങ്ങൾ, വലിയ രഹസ്യങ്ങൾ, വലിയ വെളിപാടുമായിട്ടാണ് ഗബ്രിയേലിൻ്റെ വരവ്. ദാനിയേലെ, ദൈവമായ കർത്താവ് നിന്നോട് ഒരു കാര്യം വെളിപ്പെടുത്താൻ ആരംഭിക്കുകയാണ്. നിന്നോടൊരു കാര്യം, നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ പ്രസാദമായി. എന്താ പ്രാർത്ഥന? വിടുതലിന് വേണ്ടി, തൻ്റെ ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി കർത്താവിൻ്റെ വചനം എടുത്തു വെച്ചുകൊണ്ടാണ് ദാനിയേൽ പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഇതാ ഗബ്രിയേൽ ദൂതൻ കടന്നു വരികയാണ്. നിനക്ക് ഒരു സന്ദേശവുമായിട്ട് കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. നീ കേട്ട വചനം ഗ്രഹിച്ചു കൊള്ളാൻ അവൻ പറഞ്ഞ ദാനിയേൽ, അവൻ ധ്യാനിച്ച ആ വചനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാൻ ദൈവമായ കർത്താവ് ദാനിയേലിൻ്റെ അടുത്തേക്ക് ഗബ്രിയേൽ ദൂതൻ വഴി വലിയൊരു പ്രവചനം കൊടുത്തുവിട്ടിരിക്കുകയാണ്. ഈ പ്രവചനത്തിൽ വലിയ അർത്ഥങ്ങൾ കിടക്കുകയാണ്. കാലത്തിൻ്റെ കണക്ക്, ഭൂമിയുടെ ആയുസ്, മനുഷ്യജനതയുടെ ഭാവി, ചെയ്ത് സംഭവിക്കേണ്ട കാര്യങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വൻ പ്രവചനം. യെസ്, ആ പ്രവചനമാണ് 70 ആഴ്ചവട്ടത്തിൻ്റെ കണക്ക്. ആ പ്രവചനമാണ് 70 ആഴ്ചവട്ടത്തിൻ്റെ കണക്ക്. ഒന്ന് സ്തുതിക്കാമോ? യേശുവേ ആരാധന. 70 ആഴ്ചവട്ടത്തിൻ്റെ ഒരു രഹസ്യം ദാനിയേൽ പ്രവാചകനോട് ദൈവം തൻ്റെ ദൂതനായ ഗബ്രിയേൽ വഴി പറഞ്ഞു കൊടുക്കുകയാണ്. ആ പ്രവചനം ഇതാണ്: പുനർനിർമ്മാണത്തിന് കൽപ്പന. അതായത് ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 24-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, അക്രമം നിർത്തിവെക്കുന്നതിനും പാപത്തിന് അറുതി വരുത്തുന്നതിനും കുറ്റങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നതിനും ശാശ്വത നീതി നടപ്പിലാക്കുന്നതിനും ദർശനത്തിനും പ്രവാചകനും മുദ്രവെക്കുന്നതിനും അതിൽ അതിവിശുദ്ധ സ്ഥലത്തെ അഭിഷേകം ചെയ്യുന്നതിനും വേണ്ടി നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും വർഷങ്ങളുടെ 70 ആഴ്ചകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടങ്ങളുടെ കണക്ക് അവിടെ കൊടുക്കുകയാണ്. 70 ആഴ്ചകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. കുറേ കാര്യങ്ങൾ അവിടെ സംഭവിക്കണം. ശാശ്വത നീതി നടപ്പിലാകണം, ദർശനത്തിനും പ്രവാചകനും മുദ്ര വെക്കണം, അതിവിശുദ്ധ സ്ഥലത്തെ അഭിഷേകം ചെയ്യണം, പാപത്തിന് അറുതി വരുത്തണം, കുറ്റങ്ങൾക്ക് പ്രായശ്ചിത്തമുണ്ടാകണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കണം. 70 ആഴ്ചവട്ടത്തിൻ്റെ ഒരു കണക്ക് നിശ്ചയിച്ചിരിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. 70 ആഴ്ചവട്ടത്തിൻ്റെ കണക്ക് വചനം പറയുകയാണ്. 25-ാമത് നമുക്കൊരു വാക്യമായിട്ട് മുന്നോട്ട് പോകാം. വളരെ ശ്രദ്ധയോടെ ഇരിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. അതുകൊണ്ട് നീ ഗ്രഹിക്കുക, ജെറുസലേമിന്റെ പുനർനിർമ്മാണത്തിന് കൽപ്പന പുറപ്പെട്ടത് മുതൽ അഭിഷിക്തനായ ഒരു രാജാവ് വരുന്നത് വരെ 7 ആഴ്ചകൾ ഉണ്ടായിരിക്കും. ജെറുസലേമിന്റെ പുനർനിർമ്മാണത്തിന് കൽപ്പന പുറപ്പെട്ടത് മുതൽ, ജെറുസലേമിന്റെ പുനർനിർമ്മാണത്തിന് കൽപ്പന പുറപ്പെടുന്നത് എവിടെ നിന്നാണ്? യെശയ്യാ പ്രവചനം 44-ാം അധ്യായം 24 മുതൽ നമുക്കൊന്ന് വായിക്കാം. അവിടുന്ന് തന്റെ ദാസരുടെ വാക്കുകൾ ഉറപ്പിക്കുകയും ദൂതരുടെ ഉപദേശങ്ങൾ നിവർത്തിക്കുകയും ചെയ്യുന്നു. ജെറുസലേമിനോട് അവൾ അധിവസിക്കപ്പെടുമെന്നും യൂദാ നഗരങ്ങളോട് അവർ ജെറുസലേമിനോട് അവൾ അധിവസിക്കപ്പെടുമെന്നും യൂദാ നഗരോട് അവൾ പുനർനിർമ്മിക്കപ്പെടുമെന്നും നഗരത്തിൽ നിന്ന് ഞാൻ അവരെ പുനരുദ്ധരിക്കുമെന്നും അവിടെ അരുളി ചെയ്തു.
ഉണങ്ങിപ്പോവുക, നിന്റെ നദികളെ ഞാൻ വറ്റിക്കുമെന്ന് അവിടുന്ന് ആഴത്തോട് കൽപ്പിക്കുന്നു. സൈറസിനെ പറ്റി, ഞാൻ നിയോഗിച്ച ഇടയനാണ് അവൻ, അവൻ എൻ്റെ ഉദ്ദേശം സഫലമാക്കുമെന്നും ജെറുസലേമിനെ കുറിച്ച് അവൾ പുനർനിർമ്മിക്കപ്പെടുമെന്നും ദേവാലയത്തെക്കുറിച്ച് നിന്റെ അടിസ്ഥാനം ഉറപ്പിക്കുമെന്നും അവിടുന്ന് അരുളി ചെയ്യുന്നു. സ്തോത്രം. ഇതൊരു പ്രവചനമാണ്. യെസ്, ജെറുസലേം നീ പുനർനിർമ്മിക്കപ്പെടും. ഒരു ചരിത്രമാണ്. ജെറുസലേമേ നീ പുനർനിർമ്മിക്കപ്പെടും. പിന്നെന്താ പറയുന്നത്? വരണ്ട ഉണങ്ങിപ്പോവാൻ നിന്റെ നദികളെ ഞാൻ വറ്റിക്കും. സൈറസിനെ പറ്റി ഞാൻ നിയോഗിച്ച ഇടയൻ. ഇതൊരു ചരിത്രമാണ്. ബാബിലോണിൽ നെബൂഖദ്നേസറിന്റെ കാലം കഴിഞ്ഞു. അവന്റെ കൊച്ചുമകൻ ബൽഷാസർ അവിടെ ഭരിക്കുന്ന സമയം, അവൻ ഇങ്ങനെ ദൈവത്തെ പുച്ഛിച്ചും നിന്ദിച്ചും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം, അവൻ അഹങ്കരിച്ചുകൊണ്ട് ബാബിലോൺ ദേശത്തെ നശിപ്പിക്കാൻ സാധിക്കത്തില്ല, അവനിങ്ങനെ അഹങ്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന കാലഘട്ടത്തിൽ ദേവാലയത്തിലെ വിശുദ്ധ പാത്രങ്ങൾ കൊണ്ടുവന്ന് അവനൊരു വിരുന്ന് നടത്തിയ വിരുന്നിൽ അവൻ്റെ അന്തപുരത്തിലെ കൊട്ടാരത്തിലെ മ്ലേച്ഛമായ സ്ത്രീകളുമായിട്ടിരുന്ന് അവനിങ്ങനെ കർത്താവിൻ്റെ ആലയത്തിലെ വിശുദ്ധ പാത്രങ്ങൾ അധിക്ഷേപിച്ചുകൊണ്ട് അവൻ വീഞ്ഞ് മദ്യമൊക്കെ കലർത്തി വളരെ മ്ലേച്ഛതയിൽ കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു കൈ ഇങ്ങനെ വന്ന് അവൻ്റെ കൊട്ടാരത്തിൽ എഴുതി, മെനെ മെനെ തെക്കേൽ പാർസിൻ, ദൈവം നിന്നെ തൂക്കി നോക്കി, നീ ഭരിപ്പാൻ യോഗ്യനല്ല എന്ന് കണ്ടു. ആ കഥ നമുക്കറിയാം. അവനെ ഒരു കരം എഴുന്ന കണ്ടു. രാജാവ് ഞെട്ടിവറിച്ചു. എന്താ എഴുതിയതിൻ്റെ അർത്ഥമെന്ന് അവന് മനസ്സിലായില്ല. ഉടനെ അവർ പറഞ്ഞു, നിന്റെ അപ്പൂപ്പന്റെ കാലത്ത്, നെബൂഖദ്നേസറിന്റെ കാലത്ത് ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഒരു പ്രവാചകൻ ഇവിടെയുണ്ട്, അവനിതറിയാം. അവൻ ദാനിയേൽ വന്ന് വായിച്ചു. അവൻ പറഞ്ഞു, ദൈവം നിന്നെ തൂക്കി നോക്കി, നീ ഭരിപ്പാൻ യോഗ്യനല്ല. അന്ന് രാത്രി ഒരു കാര്യം സംഭവിച്ചു. ആർക്കും തൊടാൻ സാധിക്കാത്ത വലിയ സാമ്രാജ്യമായ ബാബിലോണിന്റെ നേരെ ഒരു യുദ്ധ മുന്നണി അന്ന് രാത്രി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബൽഷാസർ രാജാവ് തൻ്റെ ഒരു യുദ്ധ പ്ലാനാണ്. അവൻ്റെ ബാബിലോൺ നഗരത്തിൻ്റെ ചുറ്റിനും വലിയ കനാലുകളും നദികൾ ഇങ്ങനെ ചുറ്റിനും പോവും. ഒരിക്കലും ശത്രുക്കൾക്ക് നേരിട്ട് വന്ന് ആക്രമിക്കാൻ പറ്റാത്ത തലത്തിൽ അവൻ വലിയ കനാലുകൾ, വലിയ നദി അതിലെ കൂടെ ഒഴുക്കി വിട്ടിരിക്കുകയാണ്. ഒരു തരത്തിലും ശത്രുക്കൾക്ക് പെട്ടെന്ന് വന്ന് ആക്രമിക്കാൻ പറ്റാത്ത തരത്തിലാണ് അതിൻ്റെ സംവിധാനം. എന്നാൽ അന്ന് രാത്രി ഒരു കാര്യം സംഭവിക്കുകയാണ്. സൈറസ് എന്ന് പറഞ്ഞ രാജാവ് താൻ ഓടി നേടിയ രാജ്യങ്ങളിലെല്ലാം അവൻ്റെ പടയണി അനേകം ജനതകളെ തകർത്തോണ്ട് വിജയം വരിച്ചുകൊണ്ട് ഇതാ സാമ്രാജ്യങ്ങളുടെ സാമ്രാജ്യമായ ബാബിലോൺ ദേശത്തെ ലക്ഷ്യമാക്കി സൈറസിൻ്റെ പട മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ നദികൾ ആ ബാബിലോണിന്റെ ചുറ്റിനും ഒഴുകിക്കൊണ്ടിരിക്കുക. അങ്ങോട്ട് പെട്ടെന്ന് ആ നഗരത്തിലേക്ക് കടക്കാൻ പറ്റത്തില്ല. എന്നാൽ അന്ന് രാത്രി ഒരു കാര്യം സംഭവിക്കാൻ പോവുകയാണ്. ബാബിലോണിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന നദികളെ സൈറസിന്റെ ഭടന്മാർ വഴിതിരിച്ച് വേറെ വഴിക്ക് വിട്ടു. സെക്യൂറായി കിടക്കിരിക്കുന്ന ആ ബാബിലോൺ നഗരത്തിൽ അന്ന് രാത്രി സൈറസിന്റെ സൈന്യം പ്രവേശിച്ചു. നീ ഭരിപ്പാൻ യോഗ്യനല്ല എന്ന് ബൽഷാസറിനോട് ദാനിയേൽ പറഞ്ഞ അന്ന് രാത്രി സൈറസിന്റെ പട്ടാളക്കാർ ബാബിലോൺ ആക്രമിച്ച് ബൽഷാസറിനെ കൊന്നുകളഞ്ഞു. സ്തോത്ര, ഹല്ലേലൂയ. അന്ന് തൊട്ടൊരു ഭരണം തുടങ്ങി. മേദിയ പേർഷ്യൻ യുഗം രാജ്യത്തിൽ അവിടെ ആ രാജ്യം അവിടെ സ്ഥാപിതമായി. ദാനിയേൽ കണ്ട സാമ്രാജ്യത്വ ശില്പത്തിൽ തലയായ നെബൂഖദ്നേസറിന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സിൽവറോട് കൂടിയ നെഞ്ചുഭാഗവും കൈകളുമാണ്. 2 കൈകളുണ്ട്. 2 രാജ്യങ്ങളാണ്. ഒന്ന് മേദിയ, ഒന്ന് പേർഷ്യൻ. 2 രാജ്യങ്ങൾ പിന്നീട് നിന്റെ കാലഘട്ടത്തിന് ശേഷം ഭരിക്കുമെന്ന് പറഞ്ഞ പ്രവചനം അന്ന് രാത്രി അവിടെ സ്റ്റാർട്ടാകുകയാണ്. സ്തോത്രം. ആ ദാരിയൂസ്, അതിൽ 2 പേര് ഭാഗ്യമായിട്ടാണ് ഭരിച്ചത്. ഒന്ന് ഭരിച്ചത് ദാരിയൂസ് രാജാവാണ്, അദ്ദേഹം മെദിയാൻ രാജാവാണ്. അടുത്തത് പേർഷ്യൻ കിങ് സൈറസ്. ഈ സൈറസിനെ പറ്റിയാണ് യെശയ്യ പറഞ്ഞത്. സൈറസിനെ പറ്റി ഞാൻ നിയോഗിച്ച ഇടയനാണ് അവൻ എൻ്റെ ഉദ്ദേശം സഫലമാക്കും, നദികളെ വറ്റിക്കുമെന്ന് ഇവിടെ വചനം എഴുതിയിരിക്കുമ്പോൾ ഞാൻ നദികളെ വറ്റിക്കും, ജെറുസലേം പുനർനിർമ്മിക്കും, സൈറസിനെ ഞാൻ അപ്പോയിന്റ് ചെയ്യും,
യെശയ്യാ ഇത് പ്രവചിക്കുമ്പോൾ സൈറസ് രാജാവ് ജനിച്ചിട്ടില്ല, അവന്റെ അപ്പനായ ക്യാമ്പ്യാസ് രാജാവ് ജനിച്ചിട്ടില്ല. ഈ പ്രവചനങ്ങൾ ഇങ്ങനെ കിടക്കുമ്പോൾ ഇതൊന്നും സംഭവിച്ചിട്ടില്ല. നദികൾ സ്വച്ഛമായി ഒഴുകുന്നു, ക്യാമ്പ്യാസ് ജനിച്ചിട്ടില്ല, ഒന്നും. ഈ പ്രവചനം ഇങ്ങനെ കിടക്കുകയാ. എന്നാൽ ഈ പ്രവചനം രാജാവിനെ കാണിക്കുക, സൈറസിനെ കാണിക്കുക. ജനങ്ങൾ, സൈറസെ, നിന്നെ പറ്റി എഴുതിയിരിക്കുന്നത് കണ്ടോ? ഇത് യെശയ്യാ പ്രവചിച്ച കാലഘട്ടം കണ്ടോ? നിന്റെ അപ്പൻ ഉണ്ടാകുന്നതിന് മുമ്പേ നിന്നെ പറ്റി അഭിഷിക്തന കർത്താവ് അത്യുന്നതനായ ദൈവം എഴുതിയിട്ടുണ്ട്. സൈറസെ, നീ വരും, ദൈവം നദികൾ നിനക്ക് വേണ്ടി പറ്റിക്കും. എന്തിനാണെന്നറിയോ? ദൈവം നദികൾ പറ്റിച്ച് നിന്നെ കൊണ്ടുവന്ന് എന്തിനാണെന്നറിയോ? ഞങ്ങളുടെ ജെറുസലേം പുനർനിർമ്മിക്കാൻ ദൈവം നിന്നെയാ നിയോഗിച്ചിരിക്കുന്നത്. യെസ്, കൽപ്പന നീ പുറപ്പെടുവിക്കണം. നീ പുറപ്പെടുവിക്കുന്ന കൽപ്പന മൂലം ഇത് ജെറുസലേം ദൈവം പുതുക്കി പണിയും. ഈ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ദാനിയേലിലേക്ക് വരുമ്പോൾ ജെറുസലേമിന്റെ പുനർനിർമ്മാണത്തിന് കൽപ്പന പുറപ്പെട്ടു, സൈറസിൽ നിന്ന് പുറപ്പെട്ടു. സ്തോത്ര, ഹല്ലേലൂയ. സൈറസിൽ നിന്ന് കൽപ്പന പുറപ്പെടുകയാണ്. അഭിഷിക്തനായ രാജാവ് വരും. അഭിഷിക്തനായ ഒരു രാജാവ് വരുന്നവരെ 7 ആഴ്ചകൾ. വായിക്കാമോ? കൽപ്പന പുറപ്പെട്ടത് മുതൽ അഭിഷിക്തനായ രാജാവ് വരുന്നവരെ 7 ആഴ്ചകൾ ഉണ്ടായിരിക്കും. 7 ആഴ്ചകൾ. ഈ 7 ആഴ്ചകളെ പറ്റി നമുക്ക് പഠിക്കുന്നത് എന്താണ്? ഒരു 70 ആഴ്ചവട്ടത്തിന്റെ കണക്ക് പറയുമ്പോൾ ആദ്യം സൈറസിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടത് മുതൽ ദേവാലയം പണിയുടെ അതിനു വേണ്ടി നിയോഗിച്ചിരിക്കുന്ന അഭിഷിക്തനായ രാജാവ് വരുന്നത് വരെ 7 ആഴ്ചകൾ ഉണ്ടായിരിക്കും. ഈ 7 ആഴ്ചകളെ കുറിച്ച് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ലേവ്യരുടെ പുസ്തകം 25-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ലേവ്യർ 25:8. വർഷങ്ങളുടെ 7 സാബത്തുകൾ എണ്ണുക, 7 പ്രാവശ്യം 7 വർഷങ്ങൾ. വർഷങ്ങളുടെ 7 സാബത്തുകളുടെ ദൈർഘ്യം 49 വർഷങ്ങൾ. ആമേൻ. സ്തോത്രം. ശ്രദ്ധിക്കണമേ, 7 സാബത്തുകൾ തമ്മിലുള്ള ദൈർഘ്യം 49 വർഷമാണ്. ഇസ്രായേലിന്റെ പ്രധാന സാബത്തുകളെ എണ്ണാൻ ജൂബിലി വർഷം അതിനെ കണക്കാക്കാൻ വേണ്ടി ദൈവം കൽപ്പിക്കുമ്പോൾ ഇവിടെ പറയാണ് 7 സാബത്ത് വർഷങ്ങൾ. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസമാണ് നമുക്കറിയാം. അതുപോലെ ഓരോ സാബത്ത് തമ്മിലുള്ള 7 × 7 എന്ന കണക്ക് വെച്ച് നോക്കുമ്പോൾ 49 വർഷം. ഇങ്ങനെ സാബത്തുകളുടെ എണ്ണത്തെ അവിടെ കാണുന്നത് പോലെ ദാനിയേലിലേക്ക് വരുമ്പോൾ ഒരാഴ്ചയുടെ 7 ദിവസം എന്ന് പറയുന്നത് 7 വർഷമായിട്ട് നമുക്ക് ഗണിക്കാം. ഇങ്ങനെയാണെങ്കിൽ സൈറസിൽ നിന്ന് കൽപ്പന കിട്ടിയിട്ട് അഭിഷിക്തനായ രാജാവ് വരുന്നവരെ 7 ആഴ്ചകൾ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞാൽ 7 × 7 എന്ന് പറഞ്ഞാൽ 7 ആഴ്ചയെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 49 വർഷം. 49 വർഷം കഴിഞ്ഞപ്പോൾ അഭിഷിക്തനായ ഒരു രാജാവ് വന്നിട്ട് ദേവാലയം പുനർനിർമ്മിക്കാൻ ഉള്ള അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. ആ രാജാവാണ് അർത്താക്സറസ് രാജാവ്. അതിനെപ്പറ്റി പറയുന്നത് നെഹമ്യ പ്രവചനം 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ആ രാജാവിനെ കാണാൻ സാധിക്കും. നെഹമ്യ പ്രവാചകൻ അർത്താക്സറസ് രാജാവിൻ്റെ പാനപാത്ര വാഹകനായിരുന്നു. അദ്ദേഹം ഇങ്ങനെ മ്ലാനമായിരിക്കുന്ന കണ്ടപ്പോൾ രാജാവ് ചോദിച്ചു, എന്താണ് നെഹമ്യ നിന്റെ മുഖം മ്ലാനമായി? അവൻ പറഞ്ഞു, രാജാവേ, എൻ്റെ നഗരം തകർന്നു കിടക്കുമ്പോൾ എനിക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയും? അവൻ പറഞ്ഞു, നിന്റെ നഗരം പുതുക്കി പണിയുക, എല്ലാ സഹായങ്ങളും ദൈവമായ കർത്താവ് അവനിലൂടെ ചെയ്യിച്ചു കൊടുത്തു. അങ്ങനെ നെഹമ്യ പ്രവാചകന്റെ പ്രാർത്ഥനയിൽ അർത്താക്സറസ് രാജാവാണ് അഭിഷിക്തനായ രാജാവ് ജെറുസലേം പുതുക്കി പണിയുന്നത്, ആ ദേവാലയം പുതുക്കി പണിയുന്നത്. സ്തോത്ര, ഹല്ലേലൂയ. നെഹമ്യ പ്രവചനം 2:1 മുതൽ 3 വരെ നമുക്ക് വായിക്കുമ്പോൾ ഈ രാജാവിനെ പറ്റി അവിടെ തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് നടക്കുന്നത് 444 BC-യിലാണ് ഈ സംഭവം. അർത്താക്സറസ് രാജാവിന്റെ കാലഘട്ടം എന്നുള്ളത് 465 BC തൊട്ട് 424 BC വരെയാണ് കാലഘട്ടം. 465 424 BC വരെ ഉള്ള കാലഘട്ടത്തിൽ അദ്ദേഹം രാജാവായിട്ട് അവിടെ വാണു. അദ്ദേഹത്തിൻ്റെ 444 BC-യിലാണ് ഈ ജെറുസലേം ദേവാലയം പുനരുദ്ധീകരിക്കുന്നത് 49 വർഷത്തിന് ശേഷം. തുടർന്ന് വചനം അവിടെ പറയുകയാണ്, കഷ്ടത നിറഞ്ഞ 62 ആഴ്ചകൾ ഉണ്ടായിരിക്കും. കഷ്ടത നിറഞ്ഞ 62 ആഴ്ചകൾ എന്ന് പറയുന്നത് 62 ആഴ്ചനെ 7 × മൾട്ടിപ്ലൈ ചെയ്താൽ 434 വർഷം
കഷ്ടത നിറഞ്ഞ, ഏഞ്ചൽ വിസിറ്റേഷൻ ഇല്ലാത്ത, ഒരു പ്രവാചകരുമില്ലാത്ത, ഇസ്രായേലിൽ ദൈവം സംസാരിക്കാത്ത നീണ്ട 300 ചില്ലറ വർഷവും ഇസ്രായേലിനുണ്ടായിരുന്നു. മക്കബായരുടെ കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ സമയത്ത് ജെറുസലേം നഗരം യവനക്കാര്, ഗ്രീക്കുകാർ ചവിട്ടിമെതിച്ചു. അതിനുശേഷം റോമൻ സാമ്രാജ്യം അവരെ വന്ന് കീഴ്പ്പെടുത്തി. ജെറുസലേം ജനത അടിമത്തത്തിൽ കഴിഞ്ഞേണ്ടി വന്ന കഷ്ടത നിറഞ്ഞ വലിയൊരു കാലഘട്ടം, കഷ്ടത നിറഞ്ഞ 62 ആഴ്ചവട്ടം. സ്തോത്ര, ഹല്ലേലൂയ, യേശുവേ ആരാധിക്കുന്നു. ഈ 62 ആഴ്ചവട്ടത്തിന് ശേഷം അഭിഷിക്തൻ, 28ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 62 ആഴ്ചവട്ടത്തിന് ശേഷം അഭിഷിക്തൻ അകാരണമായി വിച്ഛേദിക്കപ്പെടും. ആരാണ് അഭിഷിക്തൻ? ദ മെസ്സിഹ. അഭിഷിക്തൻ, മെസ്സിഹ, അഭിഷിക്തൻ അകാരണമായി വിച്ഛേദിക്കപ്പെടും. 434 വർഷവും അന്നത്തെ 49 വർഷവും, ഏത് ദേവാലയത്തിന്റെ കൽപ്പന കിട്ടി അർത്താക്സർസ് രാജാവ് വരുന്നവരെയുള്ള 7 വർഷവും തുടർന്നുള്ള 62 മൊത്തം കൂട്ടുമ്പോൾ 69 ആഴ്ചവട്ടത്തിന് ശേഷം അഭിഷിക്തനായ യേശു 483 വർഷം തികയുന്ന അന്ന് അകാരണമായി വിച്ഛേദിക്കപ്പെടും. യെസ്, അന്ന് പെസഹ രാത്രിയാണ്. പിറ്റേ ദിവസം ദൈവപുത്രൻ കുരിശിൽ നമുക്ക് വേണ്ടി ബലിയാവുകയാണ്. സ്തോത്ര, ഹല്ലേലൂയ. അഭിഷിക്തനായ യേശു വിച്ഛേദിക്കപ്പെട്ടു. ദാനിയേലിന്റെ ഈ കണക്ക് പ്രകാരം, ഈ പ്രവചന പ്രകാരമാണ് അന്ന് വന്നത് മിശിഹയാണ്, യേശുവാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. എല്ലാ അടയാളങ്ങളും കാലത്തിന്റെ കണക്കും അന്ന് കറക്റ്റായിട്ട് പൂർത്തീകരിക്കപ്പെടുക. അഭിഷിക്തൻ അകാരണമായി വിച്ഛേദിക്കപ്പെട്ടു. അവൻ ആരും ഉണ്ടായിരുന്നില്ല, താനും അകാരണമായി വിച്ഛേദിക്കപ്പെട്ടു. സ്തോത്ര, ഹല്ലേലൂയ. അഭിഷിക്തനായ യേശു വിച്ഛേദിക്കപ്പെടും. അവൻ വിച്ഛേദിക്കപ്പെട്ടു. പിൻഗാമിയായി വന്ന രാജാവ്, ആ രാജാവ് അവന്റെ ആളുകൾ നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അതിന്റെ അവസാനം പ്രളയമായിരിക്കും. അഭിഷിക്തൻ അകാരണമായി വിച്ഛേദിക്കപ്പെട്ടു. അവൻ ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കയറി. അവൻ 10ാം ദിവസം 40 ദിവസം ഭൂമിയിൽ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. 10 ദിവസം കൂടെ കഴിഞ്ഞു 50ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് ഭൂമിയിൽ ഇറങ്ങി വന്നു. അന്ന് തൊട്ടിതാ പുതിയ കാലഘട്ടം തുടങ്ങിയ. യെസ്, കൃപായുഗം, മനസാക്ഷി യുഗം, ന്യായപ്രമാണ യുഗം, കൃപായുഗം. കൃപായുഗം സ്റ്റാർട്ട് ചെയ്ത അന്നു മുതൽ 69 ആഴ്ചവട്ടത്തിന് ശേഷം പിന്നീട് ആഴ്ചകൾ അവിടെ സ്റ്റോപ്പ് ആകുകയാണ്. പിന്നീട് ഇന്ന് വരെ പോയിക്കൊണ്ടിരിക്കുന്നത് ആ കൃപായുഗം. ആ ആഴ്ചകൾ എണ്ണുന്നില്ല. കൃപയുടെ കാലഘട്ടമാ. പത്രോസേ, നീ 70 വട്ടം ക്ഷമിക്കണം പത്രോസേ. 70 വട്ടം മീൻസ് 70ാമത്തെ ആഴ്ചവട്ടം വരുന്ന ഒരു കാലമുണ്ട്. അന്ന് വരെ എന്ന് പറഞ്ഞാൽ സഭ ഭൂമിയിലുള്ള കാലഘട്ടത്തോളം. യെസ്, 69 കഴിഞ്ഞിട്ട് 70 വന്നില്ല. ഈ ലാസ്റ്റ് ആഴ്ചയുടെ 69ന്റെ 70ന്റെ ഇടയ്ക്കാണ് ഇപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സഭ എടുക്കപ്പെടാൻ പോവുകയാണ്. എടുക്കപ്പെട്ടാൽ ദ വെരി നെക്സ്റ്റ് മൂമെന്റ് 70ാമത്തെ ആഴ്ച ഭൂമിയിൽ സ്റ്റാർട്ട് ചെയ്യും. ഹല്ലേലൂയ. ഇത് അഭിഷിക്തൻ അകാരണമായി വിച്ഛേദിക്കപ്പെട്ടു. AD 70 എരിവുകാർ ജെറുസലേം പിടിച്ചടക്കിയതിന്റെ കലിപ്പിൽ, ദേഷ്യത്തിൽ ജെറുസലേമിനെ നശിപ്പിക്കാൻ വർദ്ധിച്ച ക്രോധവുമായിട്ട് ടൈറ്റസ് വരികയാണ്. ടൈറ്റസിനെ വിളിക്കുന്നത് ആക്സ്മാൻ എന്നാണ്. എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? ഒരു സ്നാപയോഹന്നാന്റെ പ്രവചനം, അത്തിയുടെ ചോട്ടിൽ കത്തി വെച്ചിരിക്കുക, നിന്നെ എല്ലാം വെട്ടും. യെസ്, ടൈറ്റസ് വെട്ടി. ഒരൊറ്റ യഹൂദന് ശേഷിച്ചില്ല, എല്ലാത്തിനും കൊന്നുകളഞ്ഞു. ജെറുസലേം നഗരത്തിൽ 25 ലക്ഷം കുരിശുകളാ അന്ന് തറച്ചത്. ജോസഫസിന്റെ ചരിത്രത്തിൽ പറയുന്നത് അവസാനം ക്രൂശിക്കാൻ മരമില്ലാഞ്ഞിട്ട് അവരെ പാറമേലിട്ട് വെട്ടി. അങ്ങനെ ജനത്തെ മുഴുവൻ, ഇസ്രായേൽ ജനത്തെ അല്ലെങ്കിൽ യഹൂദനെ മുഴുവൻ ജെറുസലേമിൽ നിന്ന് വെട്ടി അവനെ പുറത്താക്കി. ഏലിയ ക്യാപിറ്റോളിനെ എന്ന കോളനിയാക്കി ജെറുസലേം മാറ്റി. എല്ലാ യഹൂദനെയും അവിടെ നിന്ന് പുറത്താക്കി. ഇവിടെ പറയാണ്, വിശുദ്ധ നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെ നശിപ്പിക്കും. ടൈറ്റസ് ദേവാലയത്തിൽ തീയിട്ടു.
തീയിട്ടപ്പോൾ ഇതാ വലിയ തൂണിന്മേലുള്ള ആ സ്വർണം കൊണ്ടുണ്ടാക്കിയ മുന്തിരിവള്ളികളും കൊത്തുപണികളും എല്ലാം ഉരുകി കല്ലിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, എല്ലാ കല്ലും കൊത്തിയിളക്ക്, സ്വർണം എടുക്ക്, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ. മത്തായി 24 യേശു പറഞ്ഞു, ദേവാലയത്തെ നോക്കുമ്പോൾ ഇവിടുത്തെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും. പ്രവചനം ഒന്നൊന്നായി നടക്കുക. യെസ്, ടൈറ്റസ് വന്നു, ജെറുസലേം ദേവാലയം നശിപ്പിച്ചു, കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതെ മന്ദിരം തകർന്നു. അതിന്റെ അവസാനം പ്രളയമായിരിക്കും, മരണം. ജോസഫിന്റെ ചരിത്രത്തിൽ എഴുതിയത്, ജെറുസലേമിന്റെ തെരുവീതിയിൽ കൂടി കുതിരയുടെ കടിഞ്ഞാണോളം പൊക്കത്തിൽ ചോര പുഴയൊഴുകി വന്നു എന്നാ പറയുന്നത്. പ്രളയമാണ് അവിടെ, മരണം. അവസാനം വരെ യുദ്ധമുണ്ടാവും. യുദ്ധം ഇപ്പോഴും യുദ്ധം തന്നെയാണ്. ഇസ്രായേലെ നിന്റെ വീണ്ടെടുപ്പിന്റെ അല്ലെങ്കിൽ സഭ എടുക്കപ്പെടുന്ന സമയം വരെ, അവസാനം വരെ യുദ്ധമായിരിക്കും. സ്തോത്ര, ഹല്ലേലൂയ. ഇനിയാണ് വരാനിരിക്കുന്ന 70-ാമത്തെ ആഴ്ചവട്ടം. 70-ാമത്തെ ആഴ്ചവട്ടം തുടങ്ങുന്നതിന് മുമ്പ് സഭ എടുക്കപ്പെടണം. കർത്താവ് തൻ ഗംഭീര നാദത്തോടുകൂടി, പ്രധാന ദൂതന്റെ കാഹള ശബ്ദത്തോടുകൂടി വന്ന് വിശുദ്ധരെ വിളിച്ചുകൊണ്ട് തന്റെ ദൂതനും വിശുദ്ധനുമൊത്ത് മധ്യാകാശത്തിൽ വന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർ, മരിച്ചവർ ആദ്യം, ജീവിച്ചിരിക്കുന്ന വിശുദ്ധർ രൂപാന്തരം പ്രാപിച്ച് സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടും. സഖിയോൻ ശാലയിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് എടുക്കപ്പെട്ടാൽ ഇതാ 70-ാമത്തെ ആഴ്ചവട്ടം തുടങ്ങും. ഒരാഴ്ചവട്ടം നിങ്ങൾക്കറിയാം 7 ദിവസമാണ്, മീൻസ് 7 വർഷം. ഇവിടെ വചനം പറയാണ്, നാശം വിധിക്കപ്പെട്ടിരിക്കുന്നു. 27-ാം വാക്യം. ഒരാഴ്ചത്തേക്ക് അവൻ, അന്തിക്രിസ്തു, ഒരാഴ്ചത്തേക്ക് മീൻസ് 7 വർഷം, അവൻ ശക്തമായ ഉടമ്പടി ഉണ്ടാക്കും. പകുതി ആഴ്ചത്തേക്ക് ബലിയും കാഴ്ചകളും നിരോധിക്കും. പകുതി ആഴ്ച 3.5 വർഷം. ക്രിസ്തുവിന്റെ ഭൂമിയിലെ സുവിശേഷവൽക്കരണത്തിന്റെ കാലഘട്ടമാണ് 3.5 വർഷം പറയുന്നത്. 3.5 വർഷം, 1270 ദിവസം. അങ്ങനെ 3.5 വർഷത്തെ പീഡാകാലത്തിന്റെ കണക്ക് അന്തിക്രിസ്തുവിന്റെ കാലഘട്ടം. കാഴ്ചകളെ നിരോധിക്കും. ദേവാലയത്തിന്റെ ചിറകിന്മേൽ വിനാശകരമായ മ്ലേച്ഛത വരും. ദൈവം ഒരുക്കിയ വിധി വിനാശകന്റെ മേൽ പതിക്കുന്നവരെ അത് അവിടെ നിൽക്കും. ദൈവം ഒരുക്കുന്നൊരു വിധി വിനാശകന്റെ മേൽ പതിക്കും. സ്തോത്ര, ഹല്ലേലൂയ. ദേവാലയം ഇരിക്കുന്ന വിശുദ്ധ സ്ഥലത്തിന്റെ മേളിരിക്കുന്ന ഇന്നിരിക്കുന്ന വിനാശകരമായ മ്ലേച്ഛത എന്താണെന്ന് നമുക്കറിയാം. അവിടെ നമുക്ക് മസ്ജിദുൽ അഖ്സനെ കാണാൻ സാധിക്കും, അങ്ങനെ പലതും കാണാൻ സാധിക്കും. എന്നിരുന്നാലും വിനാശകരമായ മ്ലേച്ഛതയുടെ മേൽ കർത്താവിൻ്റെ വിധി വരും. സ്തോത്ര, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, 70 ആഴ്ചവട്ടത്തിൻ്റെ കണക്ക് ദൈവം നമ്മളോട് പറയുമ്പോൾ ഇന്ന് രാത്രി ദൈവം നമ്മളോട് സംസാരിക്കുക. ഒരു കാലഘട്ടം ദൈവം പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. 69 വരെ കൃത്യമായി കണക്ക് തെറ്റാതെ, ദിവസം തെറ്റാതെ സംഭവിച്ചെങ്കിൽ ഇതാ 70-ാമത്തെ ആഴ്ചവട്ടം വളരെ അടുത്താണെന്ന് യേശു പറയും. ആ കാലങ്ങളിൽ അത്തി തളർക്കും, അടയാളങ്ങൾ ഉണ്ടാകും. ഞാൻ ക്രിസ്തു നിന്ന് പലരും വ്യാജം പഠിപ്പിക്കുന്ന കാലഘട്ടത്തിൽ നനച്ചിരിക്കാതെ കള്ളനെ പോലെ ദൈവം തൻ്റെ വിശുദ്ധരെ സ്വീകരിക്കാൻ വരും. ഞാനും നിങ്ങളും ഓരോരുത്തരും ദൈവത്തിൻ്റെ വിളി കേൾക്കുവാൻ മണവാളൻ വരുമ്പോൾ മണവാട്ടി വിളക്കിലെ എണ്ണയും ഉള്ളവരായി, വിളക്ക് ക്രിസ്തീയ ജീവിതം, എണ്ണ വചനം, തീ പരിശുദ്ധാത്മാവ് നിന്നിലുണ്ടെങ്കിൽ മണവാളൻ നിന്നെ സ്വീകരിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ ഒരുങ്ങാം. കർത്താവിൻ്റെ വരവിനായി നമുക്ക് കാതോർക്കാം. ദൈവത്തിൻ്റെ ആത്മാവിൽ വിശുദ്ധിയോടെ, വിശ്വാസത്തോടെ, പ്രത്യാശയോടെ അവൻ്റെ വരവിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.